നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. അതിതീവ്ര മഴയും ഉരുൾപൊട്ടലും കേരളത്തെ ഒരിക്കൽ കൂടി ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 2018 മഹാപ്രളയം, 2019 കവളപ്പാറ, 2020 പെട്ടിമുടി, 2021 കൂട്ടിക്കലും കോക്കയാറും കേരളത്തിന്റെ കണ്ണീർ കാഴ്ചകളായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഈ ദുരിതത്തിനെല്ലാം നടുവിൽ പശ്ചിമഘട്ടത്തിലുണ്ടാകുന്ന ഏത് പ്രകൃതി ദുരന്തങ്ങൾക്കും ഉത്തരവാദികൾ മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകരാണെന്ന അബദ്ധ പ്രചാരണവും അവഹേളനവും അധിക്ഷേപവും നിർബോധം തുടരുകയാണ്. ചില പരിസ്ഥിതി മൗലികവാദികളും ബുദ്ധിജീവികളും മാധ്യമങ്ങളും ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നു. എന്നാൽ ക്വാറികളും പാറമടകളും അനധികൃത റിസോർട്ട് നിർമ്മാണവുമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർബോധം തുടരുമ്പോഴാണ് പാവപ്പെട്ട സ്വന്തം അന്നത്തിനു വേണ്ടി, നാടിന്റെ അന്നത്തിനു വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയോര മേഖലയിലെ കർഷകരുടെ നെഞ്ചത്തേക്ക് ചിലർ കുതിര കയറുന്നത്. ഷെക്കൈന ചർച്ച ചെയ്യുന്നു, മലയിടിച്ചിൽ തടയാൻ മലയിറങ്ങേണ്ടത് ആരാണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഇടുക്കി മുൻ MP ശ്രീ ജോയ്സ് ജോർജ്, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ, പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജെയ്മോൻ ജോസഫ്, ദുരിതമുണ്ടായ കൂട്ടിക്കൽ സ്വദേശിയും അധ്യാപകനുമായ ശ്രീ മാർഷൽ ജേക്കബ്. 5 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ മാർഷൽ ജേക്കബ്, വലിയൊരു ദുരിതത്തിന് സാക്ഷിയാണ് അങ്ങ്. ആ നാടിനുണ്ടായ ആ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. ആ വേദനയിലുള്ള അനുശോചനം അറിയിക്കുന്നു. നമുക്കറിയാം, ആ പ്രദേശത്ത് ഇതിനു മുമ്പും മഴ പെയ്തിട്ടുണ്ട്, പ്രളയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വർഷമുണ്ടായ ഈ ദുരിതത്തിന് ഇത്ര വലിയൊരു ആഘാതം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിതീവ്ര മഴ മാത്രമാണോ ഈ ദുരിതത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? ശ്രീ മാർഷൽ. നമസ്കാരം. ഞാൻ മീറ്റിംഗിൽ പങ്കുചേരാൻ എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ എൻ്റെ നാടിനുണ്ടായ വലിയ വേദന നിങ്ങളേവരും മനസ്സിലാക്കിയതിൽ, ആ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഷെക്കൈന ടെലിവിഷൻ ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. തലമുറകൾ കൈമാറി വന്ന സ്വന്തം പേരിലുള്ള സ്ഥലം ആയുസ് മുഴുവൻ സ്വരുക്കൂട്ടി ഉണ്ടാക്കി വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഇതാണ് എൻ്റെ വീട്, ഇതെന്റെ കൂരയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മണ്ണിനോട് മരത്തിനോട് മല്ലടിച്ച് കൂലിപ്പണി എടുത്ത് റേഷനരി മേടിച്ച് കഴിച്ച് വയറ് നിറച്ച് ഇതാ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, അതിനു മുമ്പിൽ കുറെ പാവം മനുഷ്യരും അധികാരവും ലാഭക്കൊതിയും എല്ലാം കയറി വന്നു കഴിയുമ്പോൾ നമ്മുടെ മേലാളന്മാരെല്ലാം വേറെ വഴിയിലൂടെ പോയപ്പോൾ പാവപ്പെട്ടവന്റെ നേരെ കണ്ണടച്ചപ്പോൾ സകലതും നഷ്ടപ്പെട്ട് ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മിക്ക വീടുകളിലും. ഷെക്കൈന ടെലിവിഷൻ കഴിഞ്ഞ ദിവസം അതിലേക്കൂടെ വന്നപ്പോൾ ഏകദേശം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഞാൻ പ്ലാപ്പള്ളിയിലും, എന്നെ സംബന്ധിച്ചോളം പ്ലാപ്പള്ളിയും കൂട്ടിക്കലും കാവാലിയും ഇളങ്കാടും എല്ലാം എൻ്റെ സ്വന്തം നാട് തന്നെയാണ്. ഞാൻ ഈ പ്ലാപ്പള്ളി സ്കൂളിൽ കുറച്ച് നാൾ പഠിപ്പിച്ചതാണ്. ഈ എന്തുകൊണ്ടാണ് ഈ മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഈ പേമാരിയും ഇതുപോലെ മഴയും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും പറയണതല്ല, നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. കുറെ പാവം മനുഷ്യർ ഇതിന്റെ കീഴിൽ കിടക്കുകയാണ്. ഇതിന്റെ ഈ ഇത്രമാത്രം ഈ ഇതുപോലെ ഒരു സാഹചര്യം അതായത് ഒരു 2 തലമുറ അല്ലെങ്കിൽ 3 തലമുറ ആൾക്കാർ കണ്ടിട്ടില്ല. അതായത് ഒരു മലയുടെ അസ്ഥിവാരം ഇളക്കി കാതടപ്പിക്കുന്ന സൗണ്ടിൽ പ്രവർത്തിക്കുന്ന കുറെ പാറമടകളുണ്ട് നമ്മുടെ നാട്ടില്. ഈ പാറമടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാറമടകളെ മാത്രം കുറ്റം പറയുന്നതല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈ കൂട്ടിക്കലും കൊക്കയാറിനെ സംബന്ധിച്ചോളം വളരെ പ്രകൃതി സുന്ദരമായ ഒരു നാടാ. കുറേയധികം വെള്ളച്ചാട്ടങ്ങള്, കുറേയധികം കാട്ടരുവികള്, അതുപോലെ തന്നെ ഒരു വാഗമണിന്റെ ചുവടുഭാഗം അവിടെ നിന്ന് തുടങ്ങാണ്. ചെറിയ ചെറിയ തോടുകളായിട്ടും അതുപോലെ തന്നെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലോ ഈ കൂട്ടിക്കലും നമ്മുടെ ഏന്തിയാറും ഒക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പുല്ലകയാറിന്റെ ഒരു വശം കോട്ടയം ജില്ലയും മറുവശം ഇടുക്കി ജില്ലയുമാണ്. ഈ കൊക്കയാർ എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഏന്തിയാറ് കൂട്ടിക്കലെല്ലാം കോട്ടയം ജില്ലയിലും. ഈ 2 ഭാഗത്തും ഉണ്ടാകുന്ന
ഈ മലയ്ക്ക് സംബന്ധമായ എന്ത് പ്രശ്നങ്ങളും ബാധിക്കുക ഈ നടുക്കോട്ടേക്കാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുല്ലകയാറിന്റെ തീരത്ത് താമസിക്കുന്ന മുഴുവൻ ജനവും തുടച്ചു മാറ്റപ്പെടുക. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട സംഭവം, ഇത് പകലായിരുന്നത് കൊണ്ട് ഈ മരണസംഖ്യ കുറഞ്ഞു. രാത്രി ആയിരുന്നുവെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് കൂട്ടിയാൽ മതി, ഇളങ്കാട് തൊട്ട് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഏരിയ കംപ്ലീറ്റ് പോയനെ. അപ്പോൾ ഈ ചോദ്യം നിങ്ങളോടാണ്, ഇതിന്റെ നേതൃത്വത്തിനോടാണ്. ഈ രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, സഭയുടെ ആയിട്ട് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. ശ്രീ മാർഷൽ ജേക്കബ്, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ പ്രദേശത്ത് മുമ്പത്തേക്കാൾ അധികം ഈ പാറമടകളും ഈ ക്വാറികളും അതിൻ്റെയൊക്കെ ഒരു എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ ഈ അടുത്ത നാളുകളിൽ? മുൻപ് ഇല്ലായിരുന്നതിനെക്കാൾ മുമ്പ് 1-2 പാറമടകൾ ഉണ്ടായിരുന്നത് ഇപ്പം 4-5 പാറമടകളിലേക്ക് എത്തിയിരിക്കുക. അതായത് കൂട്ടിക്കൽ പഞ്ചായത്തിലും കൊക്കയാർ പഞ്ചായത്തിലും പുതിയതായിട്ട് ഇനിയും ചിലപ്പോൾ പാറമടകൾ തുടങ്ങിയേക്കാം. നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, അതായത് ഇതിലൂടെ ഉണ്ടാകുന്ന കെമിക്കലുകൾ മുഴുവനുമാണ് ഈ ആറ്റുവഴി വരുന്നത്. ഈ ആറ്റിലെ വെള്ളം കോരി കുടിച്ചും കുളിച്ചും വരുന്ന ഒരു തലമുറ ഇപ്പോഴും ഉണ്ട്, മുമ്പുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. ഇതിനകത്തെ കെമിക്കലുകളെല്ലാം ഇപ്പൊ വെള്ളിയാന്ത ഭാഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങ ഭാഗത്തും ഒക്കെ പാറമടകളുണ്ട്. ഈ ഏന്ത്യാറും കൂട്ടിക്കലും ഇളങ്കാട് മുണ്ടക്കയും എല്ലാം ഇതിനകത്ത് വരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു 10 വർഷം കൊണ്ട് ഇത് ഇത്രമാത്രം കൂടിയത്. ഒരു 10 വർഷമേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല ഇതുപോലെ ഉരുൾപൊട്ടൽ. വല്ല കാലത്തും ഒരു കർക്കിടക മാസത്തിൽ ഒരു ഉരുള് പൊട്ടിയേക്കുമായിരിക്കും 2-3 ദിവസം മഴ പെയ്താൽ. ഇതിപ്പോ അങ്ങനല്ല. ഇളങ്കാടിന്റെ മുകളിൽ 5 ഉരുളാണ് പൊട്ടിയത്, ഒറ്റയടിക്ക് 5 ഉരുള്. ഒന്ന് ചിന്തിച്ചു നോക്കി. ആ നാട്ടിലുള്ള ആ ഇളങ്കാടിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് കുടുംബങ്ങൾ, അതായത് നാമാവശേഷമായി. കൂട്ടിക്കലേക്ക് വന്നു കഴിഞ്ഞാൽ കടകൾ കംപ്ലീറ്റ് പോയി. വീടുകൾക്ക് 2 സൈഡുകളിലുള്ള വീടുകൾക്ക് ഏകദേശം ഒട്ടുമിക്ക വീടുകളും ഇല്ലാണ്ടായി. ശ്രീ മാർഷൽ ജേക്കബ്, അങ്ങ് പറഞ്ഞതുപോലെ ഈ ക്വാറികളും ഈ പാറമടകളും ഒക്കെ ഒരു സാന്നിധ്യം പ്രകൃതിയെ വളരെ ദോഷകരമായി തന്നെ ആ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്, ആ ദേശത്ത് വസിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ പ്രക്ഷോഭമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ? ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഒരു നമ്മൾ ഇതിനെതിരെ ഒരു സമരമൊക്കെ നടത്തി ആദ്യം ഒന്ന് കൂട്ടും, ആദ്യം ഒന്ന് നിർത്തിക്കും. 4-5 മാസങ്ങൾ കഴിയുമ്പോൾ, ഏറിയാൽ 6 മാസം കഴിയുമ്പോൾ ഇത് വീണ്ടും പഴയപടി സ്റ്റാർട്ട് ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? നമുക്ക് വീട് പണിയാനായിട്ട് കല്ല് ആവശ്യമാണ്, ശരിയാണ്. പക്ഷെ ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഈ പാറ പൊട്ടിച്ച് ആണ് വീട് പണിയുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ നമുക്ക് കണ്ടെത്തിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ ഈ പാറമടകൾ മുഴുവൻ തുറന്നു നിന്ന ഇന്നിപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ പ്രളയം ഉണ്ടാകുന്നതിന്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആറുകളിലൊക്കെ നോക്കിയാൽ ഇപ്പൊ മണൽ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. മണൽ കുമിഞ്ഞുകൂടി എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് ഇപ്പൊ നല്ലൊരു വരുമാനമാണ്. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ പാലങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ മണൽ ഖനനം നടത്തുക, ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയാൽ എത്ര വരുമാനം കിട്ടും? അത് മുഴുവനും ഈ പി സാൻഡായിട്ടും എം സാൻഡായിട്ടും പാറമടയിലെ വൻ ഭൂപ്രഭുക്കന്മാർക്ക് കൊടുത്തു വിടുകയാണോ? ഇത് ആർക്ക് വേണ്ടിയിട്ട്? വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ മാർഷൽ. ശ്രീ ജോയ്സ് ജോർജ്, അങ്ങ് ഇടുക്കി ആ മലയോര മേഖലയുടെ ഒരു ജനപ്രതിനിധിയായിരുന്നു. ശ്രീ മാർഷൽ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയൊരു ദുരന്തത്തെയാണ് ആ നാട് അഭിമുഖീകരിച്ചത്. അതിൻ്റെ ഒരു പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആ മേഖലയിലെ ഈ പാറമടകളും ക്വാറികളും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അവസാനമായി അദ്ദേഹം പറയുകയുണ്ടായി, ഈ പുഴകളിലെ ഈ മണൽവാരൽ അത് ഗവൺമെന്റ് നിരോധിച്ചു. ഒരു തരത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വം ഈ പാറമടകൾക്കും ഈ ക്വാറികൾക്കും ഒക്കെ ഒരു മൗനാനുവാദം കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നത്? ശ്രീ ജോയ്സ് ജോർജ്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ കൊക്കയാറിലാണെങ്കിലും കൂട്ടിക്കലാണെങ്കിലും അല്ലെങ്കിൽ പ്രാപ്പള്ളിയിലാണെങ്കിലും ഒക്കെ മരണമടഞ്ഞ പ്രിയപ്പെട്ട ആളുകളുടെ അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു, അനുശോചനം അറിയിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ചോദ്യം നമ്മൾ ക്വാറികളിലേക്ക് എത്തുമ്പോ ബഹുമാന്യായ മാർഷൽ ജേക്കബ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം, മലയോര ജനതയിൽ ജീവിക്കുന്ന പ്രദേശത്തെ ആളുകൾ അവരുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്നൊരു പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിനും അതിന് വ്യാപകമായ തോതിൽ പ്രചരണം നൽകുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. മാത്രവുമല്ല, മലയോര ജനത പതിറ്റാണ്ടുകളായി, കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി നടത്തുന്ന ഒരു നിലനിൽപ്പിനായിട്ടുള്ള വലിയ പരിശ്രമവും പോരാട്ടവും ഉണ്ട്.
ആ പോരാട്ടങ്ങളുടെ ഭാഗമായി അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും അവർ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയെല്ലാം ക്വാറി മാഫിയയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു തരത്തിൽ പ്രവർത്തിക്കുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഉള്ളതാണ് എന്ന ഒരു പ്രചരണം അത് വലിയ തോതിൽ നടത്തുകയും അതിന് നമ്മളുടെ സാമൂഹ്യ പരിസരങ്ങളിലൊക്കെ അതിന് സ്വീകാര്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടി നടത്തിയ എല്ലാ ആസൂത്രിത ശ്രമങ്ങളെയും എല്ലാ കാലത്തും എതിർക്കുന്നയാളാണ്, ഇപ്പോഴും എതിർക്കുന്നയാളാണ്. അത് പറയുമ്പോൾ തന്നെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട എന്നൊരു നിലപാട് ഒരു കാലത്തും ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുള്ള ഒരു സംഘടനകളോ കൂട്ടായ്മകളോ എടുത്തിട്ടില്ല. ബഹുമാന്യനായ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നിലപാട് അദ്ദേഹം പറയും. എന്നിരുന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പരിസ്ഥിതി സംരക്ഷണം വേണ്ട എന്ന നിലപാടല്ല എടുത്തത്. മറിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മറവിൽ അല്ലെങ്കിൽ പരിസ്ഥിതി ആഗോളതാപനം ഉൾപ്പെടെ ഇന്ന് ലോകത്തുണ്ടാകുന്ന മറ്റ് പാരിസ്ഥിതിക മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ, അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കണ്ടെത്തുന്ന ഉപാധികൾ, ആ ഉപാധികളുടെ മറവിലൊക്കെ പാവപ്പെട്ട കൃഷിക്കാരന്റെയും സാധാരണക്കാരുമായ ജനങ്ങൾ അവരുടെ അവകാശത്തെ പൂർണ്ണമായും കവർന്നെടുക്കാൻ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമങ്ങളുണ്ട്. ആ ബോധപൂർവമായ പരിശ്രമങ്ങളെയാണ് അന്നും എതിർക്കുന്നത്, ഇന്നും എതിർക്കുന്നത്. ഒരിക്കൽ പോലും ഇവിടെ ബഹുമാന്യനായ മാർഷൽ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ അനിയന്ത്രിതമായ പാറഖനനമോ മറ്റു തരത്തിലുള്ള പ്രകൃതി ദ്രോഹം ഉണ്ടാക്കുന്ന നടപടികളെയോ അനുകൂലിച്ചിട്ടില്ല, എതിർക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളുടെ കൃഷിക്കാർ, പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ മേഖലയിലെ കൃഷിക്കാർ, ഇന്നിപ്പോ ഈ അപകടം ഉണ്ടായിട്ടുള്ള അത് കൂട്ടിക്കലാണെങ്കിലും കൊക്കയാറാണെങ്കിലും അതല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ മറ്റ് മലയോര മേഖലകളിലാണെങ്കിലും അത് മറ്റ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും ജീവിക്കുന്ന ആളുകൾ, അവരവിടെ കൃഷി ചെയ്യുന്നത് ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ്. ആ പ്രത്യേക പാരിസ്ഥിതിക സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന, ആ ട്രോപ്പിക്കൽ വ്യവസ്ഥിതിക്ക് അനുസരിച്ച് മാത്രം കൃഷി ചെയ്യാൻ പറ്റുന്ന ഏലവും കുരുമുളകും കാപ്പിയും റബ്ബറും ഒക്കെ ഉൾപ്പെടുന്ന ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇക്കോളജി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെല്ലാം നിലനിർത്തിക്കൊണ്ടും അതിന്റെ സന്തുലിതാവസ്ഥ അതേപടി സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ കൃഷി ചെയ്യാനും ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. പക്ഷേ അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെയാണ് ഈ മനുഷ്യന്റെ ഭൂമിയിന്മേലുള്ള അടിസ്ഥാന അവകാശങ്ങൾ, ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവന്റെ ജീവനോപാധികളെ തന്നെ ഇല്ലാതാക്കുന്ന പരിശ്രമങ്ങൾ, അതിനെ നേരിട്ട് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒളിച്ചു കിടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ, അത് ഗാഡ്ഗിൽ സമിതി പോലുള്ള സമിതികളിലൂടെയും മറ്റൊട്ടനവധി ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് സ്കീമുണ്ട്, ഇടുക്കിയിലാണെങ്കിൽ ഉടുമ്പൻചോല കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ചെറിയ പദ്ധതികളുണ്ട്. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മളുടെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് ESZകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ എല്ലായിടത്തും ഒരു മാനദണ്ഡവും ഇല്ലാതെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എതിർക്കുന്നുണ്ട്. അവിടെയാണ് ആ എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അനധികൃതമായത് മാത്രമല്ല, വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും എതിർത്തിട്ടുണ്ട്. എനിക്കത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടേത് ഉൾപ്പെടെ സമരം ചെയ്ത സംഘടനകളുടെ എല്ലാം പിന്തുണയോടുകൂടി 2014 പാർലമെന്റ് അംഗമായി വിജയിച്ച ആളാണ് ഞാൻ. അങ്ങനെ അത് ഇപ്പോൾ വലിയ പാവമായി എന്തോ വലിയ പാതകം ചെയ്യുന്നതിന് കൂട്ടുനിന്ന ഒരാൾ, പൊതുസമൂഹത്തിൽ അങ്ങനെ വല്ലാതെ ഒറ്റപ്പെടുത്തേണ്ട ഒരാൾ എന്ന നിലയിലൊക്കെയുള്ള വലിയ പ്രചരണം എന്നെ കുറിച്ച് നടക്കുന്നുണ്ട്. എന്റെ നിലപാടുകൾ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. വളരെ വ്യക്തമായും സുചിന്തിതവുമായി എടുത്ത നിലപാടാണ്. ആ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ആ നിലപാട് എവിടെയാണ് ആദ്യം തിരിച്ചു വരാം ഫാദർ. ഒറ്റ സെന്റൻസ് കൂടെ പറഞ്ഞോട്ടെ. ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടാണ്, പാർട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ നിലപാട് എവിടെയാണ് നമ്മൾ പറയേണ്ടത്? ആ നിലപാട് ആദ്യമായി പറയേണ്ടത് പാർലമെന്റ് അംഗമായി ജയിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 2014 ആദ്യം കിട്ടിയ അവസരത്തിൽ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പ്രസംഗിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, പരിസ്ഥിതി സംരക്ഷണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാനാവൂ. ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഞങ്ങളെ വിശ്വാസത്തിലെടുത്തും ഞങ്ങളുടെ അവകാശങ്ങൾ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടും ഞങ്ങളുടെ അറിവോടുകൂടിയ സമ്മതത്തോടും കൂടിയ പരിസ്ഥിതി സംരക്ഷണമാണ് വേണ്ടത്. ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാനാവില്ല. മാത്രവുമല്ല,
ഈ പാറഖണ്ഡം ഉൾപ്പെടെയുള്ളതിനെ ഞങ്ങൾ ഒരു രീതിയിലും അനുകൂലിക്കുന്നില്ല. പക്ഷേ പൂർണ്ണമായും അത് നിരോധിക്കരുത് എന്ന അഭ്യർത്ഥനയാണുള്ളത്. അത് നിയന്ത്രിക്കണം. പ്രാദേശിക വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഈ റോ മെറ്റീരിയൽസ്, പാറയും മണലും മറ്റ് സൗകര്യങ്ങളും ലഭിക്കുന്ന തരത്തിലേക്ക് അതിനെ നിയന്ത്രിക്കണം, പൂർണ്ണമായും നിയന്ത്രിക്കണം. അവിടുന്ന് പാറ ഖനനം ചെയ്ത് വ്യാപാരാടിസ്ഥാനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തണം എന്ന് പാർലമെന്റിൽ ആദ്യം കിട്ടിയ അവസരത്തിൽ ഈ പറയുന്ന കർഷക സംഘടനകളെ എല്ലാം പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതാണ് നിലപാട്. ഒരിക്കലും ഖനനത്തിന് അനുകൂലമല്ല. അനിയന്ത്രിതമായി പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒന്നിനും നമ്മൾ ആരും അനുകൂലിച്ചിട്ടില്ല, ഇനി അനുകൂലിക്കുകയില്ല. ഓക്കെ, വ്യക്തമാണ്. പ്രകൃതി ചൂഷണത്തിനെതിരെ എടുത്ത നിലപാടുകളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ശ്രീ ജോയ്സ് ജോർജ് അവതരിപ്പിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ, ഈ 2018 പ്രളയം 2019, 2020 ഈ വർഷം നടന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഈ സമയങ്ങളിലൊക്കെ പാവപ്പെട്ട മലയോര കർഷകരാണ് പഴി കേൾക്കുന്നത്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ മലയോര കർഷകരാണ് അവിടെ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം ഉത്തരവാദി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് ശക്തമായി വരുന്നത്. നമുക്കറിയാം, ഈ പശ്ചിമഘട്ടം, ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പശ്ചിമഘട്ടത്ത് ഈ ജനവാസ മേഖലകൾ ഒത്തിരിയധികമുണ്ട്. ഊട്ടി, അതോടൊപ്പം തന്നെ കൊടൈക്കനാൽ, വാൽപ്പാറ, ഇവിടെയൊന്നും ഇല്ലാത്ത എന്ത് പരിസ്ഥിതി ലോലത്വമാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഈ ഇടുക്കി ജില്ലയിൽ കണ്ടെത്തിയത്? എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരിതങ്ങൾക്കെല്ലാം കാരണം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തതാണ് എന്ന ഒരു ആക്ഷേപം ഈ ഘട്ടങ്ങളിലൊക്കെ ഉയരുന്നത്? ഫാദർ സെബാസ്റ്റ്യൻ. ആദ്യം തന്നെ ദുരന്തബാധിതരായ എല്ലാവരുടെയും സങ്കടത്തിൽ പങ്കുചേരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ച സംഘടിപ്പിച്ച് തീർച്ചയായും സംയോജിതമായി. കാരണം ചില മുഖ്യധാരാ മാധ്യമങ്ങള് ഈ അവസരത്തിൽ എല്ലാ വർഷവും 2018 മുതൽ എല്ലാ വർഷവും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തത് കൊണ്ടാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് ഇതിന്റെ ഉത്തരവാദികൾ ധ്വനിപ്പിക്കുന്ന രീതിയിലും പലപ്പോഴും ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. അങ്ങേയറ്റം സങ്കടകരമായ, അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയാണിത്. ഒരുപക്ഷെ അജ്ഞത കൊണ്ടോ അതോ ആസൂത്രിതമായിട്ടോ ഇങ്ങനെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ദുരന്തങ്ങൾ സംഭവിച്ചത് തുടർച്ചയായി കഴിഞ്ഞ വർഷങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന് കാരണം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് 1% ശരിയല്ല. അത് ഒരുവിധം കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന, ലോകത്തിന്റെ പരിസ്ഥിതിക വിഷയങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. ആഗോളതാപനമാണ്, ലോകത്തിലാകമാനം ചൂട് കൂടുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത്. ഇത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും തന്നെ 1924 ഏറ്റവും വലിയ ഒരു വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിലെ ഈ അടുത്ത കാലത്ത് ഉണ്ടായത്. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. മൂന്നാറിൽ തന്നെ 100-ലധികം ആളുകൾ മരിച്ച, അവിടുത്തെ റെയിൽവേ മുഴുവൻ തകർന്നു പോയ, ആലുവ മൂന്നാർ റോഡ് പോലും നഷ്ടപ്പെട്ടു പോയ വലിയ ഒരു പ്രളയക്കെടുതിയായിരുന്നു ഒന്നുണ്ടായത്. ഇത് 100 വർഷം മുമ്പാണ്. അങ്ങനെ വല്ലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അടുത്ത കാലത്ത് തുടർച്ചയായി വർഷങ്ങൾ സംഭവിക്കുന്നു. ഇതിന് ഒരു കാരണവശാലും ഇത് പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറയാൻ കഴിയില്ല. അവരല്ല, മറിച്ച് ലോകത്തിൽ ചൂട് കൂടുന്നതിന് കാരണം ലോകത്തിലെ മനുഷ്യരുടെ ആർത്തിയും ധൂർത്തും സ്വലോലുപതയുമാണ്. ഇവിടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ കാരണം മനുഷ്യന്റെ പൊതുവായ ജീവിത നിലവാരത്തിൽ, ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങളാണ്. ഇവിടെ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, AC പ്രവർത്തനം കൂടുന്നു. ഇങ്ങനെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് ഈ ആഗോളതാപനത്തിൽ വരുന്നത്. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ഈ പശ്ചിമഘട്ട മേഖല പോലെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ ഇരകളാകുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഉത്തരവാദിത്തോടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന നാണം കെട്ട, നിലവാരമില്ലാത്ത നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് കഴിഞ്ഞ 2013 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും ദുരന്തം ഉണ്ടാകുമ്പോൾ പറയാറുള്ളതാണ്. അത് ഒരു കൂട്ടം ആളുകൾ വളരെ ആസൂത്രിതമായി വരുന്നു. ഒരു കൂട്ടം മുഖ്യധാര ചാനൽ ഇത് പൊക്കിപ്പിടിച്ച് വലിയ ചർച്ചയാക്കുന്നു. ലജ്ജാകരമെന്ന് പറയാൻ വേറെ വിഷയങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇത്തരം പരിപാടിക്ക് പോകുന്നത്. അഥവാ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള പരിപാടികൾക്ക് പോകുന്നതെന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് 2010 ഒരു കമ്മിറ്റിയെ വെച്ച് 2011 ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടാണിത്. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലമൊക്കെ ശരിക്കും പഠിക്കണം. 2006 തുടങ്ങിയ പരിപാടിയാണ്. വെസ്റ്റേൺ ഘാട്ട് മുഴുവൻ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം.
പല പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്തു, തള്ളപ്പെട്ടു. ഏറ്റവും അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനൊരു മാനേജ്മെന്റ് പ്ലാൻ ഇല്ല, മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാകണം, അതിർത്തികൾ എന്താണെന്ന് കൃത്യമായി നിർവചിക്കണം, അതുപോലെ തന്നെ ഇതിന്റെ കൺസർവേഷൻ പ്രോഗ്രാംസ് എന്താണെന്ന് പറയണം. അതിനുവേണ്ടിയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഗാഡ്ഗിലിനെ അധ്യക്ഷനാക്കി കമ്മിറ്റി വയ്ക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് 500 പേജോളം വരുന്ന വലിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. ഈ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഈ പ്രദേശത്ത് ഒരു മനുഷ്യനുമായി കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇത് കുറെ പരിസ്ഥിതി തീവ്രവാദികൾ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. അവരതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, അത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഇവിടെ ഒന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് ഇവിടെ തന്നാണ്ട് കൃഷി പറ്റിയല്ല, മണ്ണ് 30 ഡിഗ്രി കൂടുതൽ ചെരിവുള്ളിടത്തൊന്നും മണ്ണിളക്കാൻ പറ്റിയല്ല, തോട്ടങ്ങളൊന്നും പറ്റിയല്ല. അതുപോലെ തന്നെ ഇവിടെ പട്ടയം കിട്ടാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾ ഈ ഇടുക്കിയിലൊക്കെ പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരു കാലത്തും ഭൂമി പതിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശങ്ങൾ വരുന്നു. അതുപോലെ തന്നെ വികസനത്തിന് മുഴുവൻ തടസ്സം നിൽക്കുന്ന ഒരു സ്വാഭാവികമായി ആവശ്യമായിരുന്ന വികസന പദ്ധതികൾ പോലും നടപ്പാക്കാൻ അനുവാദമില്ലാതെ വരുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായി വരുമെന്ന് തിരിച്ചറിയുമ്പോൾ ജനങ്ങൾ അതിനെ എതിർത്തത്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നതിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് ആദ്യം തന്നെ വിജ്ഞാപനം ചെയ്യണം. വിജ്ഞാപനം ചെയ്തിട്ട് പിന്നെ ഗ്രാമസഭ കൂടിയിട്ട് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. എന്തൊരു ബാലിശമായ വാദമാണിത്. ഇന്ത്യ മഹാരാജ്യത്ത് വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പിന്നെ അവിടെ എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഗ്രാമസഭ തീരുമാനിക്കുക, എന്നിട്ട് അത് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ ശക്തമായി അതിനെ എതിർത്തതാണ്. അങ്ങനെയൊന്നും നടക്കുകയില്ല. വിജ്ഞാപനം ഉണ്ടായാൽ അതനുസരിച്ചുള്ള നടപടികൾ വരും. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. വെസ്റ്റേൺ ഘാട്ട് എക്കോളജി അതോറിറ്റി ഉണ്ടാക്കണം എന്ന് പറയുന്നു. ഒരു ജനപ്രതിനിധിക്ക് പോലും പങ്കാളിത്തമില്ലാതെ ഒരു കൂട്ടം പരിസ്ഥിതിവാദികൾ മാത്രം ചേരുന്ന ഒരു സമിതി, അവര് പശ്ചിമഘട്ടം എങ്ങനെ സംരക്ഷിക്കാനും തീരുമാനിക്കും എന്ന് പറഞ്ഞ് ഇവർ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ എല്ലാം തീരുമാനിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചു വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ എതിർത്തത്. അങ്ങനെ ജനങ്ങൾക്ക് പശ്ചിമഘട്ടത്ത്, അതായത് 6 സംസ്ഥാനങ്ങളിൽ, ഇതറിയാമല്ലോ, ഇതൊരു നല്ല സാധനമാണെങ്കിൽ ഇതിനെ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്തു. വളരെ ന്യൂനപക്ഷം ആളുകൾ മാത്രമാണ് ഇത് വേണമെന്ന് വാദിച്ചുകൊണ്ട് നടന്നത്. എല്ലാ കർഷക സംഘടനകളും മുഴുവൻ കർഷകരെ എതിർത്തതാണ്, രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിർത്തതാണ്. ആദ്യഘട്ടത്തിൽ BJP മാത്രമാണ് ഇതിനെ അനുകൂലിച്ചത്. പക്ഷേ പിന്നീട് BJP അധികാരത്തിൽ വന്നപ്പോൾ അവർ തീരുമാനിച്ചത് വേണ്ട എന്ന്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചു, കസ്തൂരിരംഗൻ കമ്മിറ്റി. ആ കമ്മിറ്റിയോട് പറഞ്ഞ് അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഇത് ഫലപ്രദമായി നടപ്പിലാക്കാം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ്. പഠിച്ചു കഴിയുമ്പോൾ അവർ പറയും നടപ്പിലാക്കാൻ പറ്റിയല്ല, ഇത് അപ്രായോഗികമാണ്, നടപ്പിലാക്കാൻ പറ്റിയല്ലെന്ന്. അതുകൊണ്ടാണ് കസ്തൂരിരംഗൻ വേറെ റിപ്പോർട്ടും കൊണ്ടുവന്നത്. 3 സോണായി ഈ പശ്ചിമഘട്ട മേഖല മുഴുവൻ തിരിച്ചത്. കേരളത്തിന്റെ 70% സോൺ 1-ലോ 2-ലോ 3-ലോ വരാവുന്ന രീതിയിൽ കർശനമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് വന്നത്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു പാർട്ടിസിപ്പേറ്ററി അല്ല, ഇത് ജനങ്ങളുമായി ചർച്ച ചെയ്തിട്ടില്ല, ഇത് ജനങ്ങളെ അടിച്ചേൽപ്പിച്ച് പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമമാണ് നടത്തിയത്. ആ റിപ്പോർട്ട് നടപ്പാക്കാത്തത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായതെന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് നടപ്പാക്കാൻ പറ്റാതെ പോയതിലുള്ള അവരുടെ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടി പറയുന്നതാണ്. അഥവാ നടപ്പാക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഓരോ ദുരന്തം വരുമ്പോഴും ഈ പ്രദേശവാസികളുടെ മേൽ അതിന്റെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിന് പശ്ചിമഘട്ടത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ വലിയ സംഭാവന ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചൂട് കൂടുന്നതിന് അത് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ എല്ലാം പറമ്പിൽ വന്നു കാണുക, ഞങ്ങളുടെ എല്ലാം പറമ്പിൽ ധാരാളം മരങ്ങളുണ്ട്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഹരിത കവർ, അതായത് ഗ്രീൻ കവർ സൂക്ഷിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. 54% ഏരിയയിൽ ഇവിടെ ഗ്രീൻ കവർ ഉണ്ട്. അത് ഇടുക്കിയിലുണ്ട്, വന്ന് കാണുക. ഇടുക്കിയിലെ ഈ ഭൂമിയിലേക്ക് ആളുകൾ കുടിയേറുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വനത്തിലെ മരങ്ങൾ മുഴുവൻ വെട്ടിക്കൊണ്ടുപോയി സർക്കാർ. പൂപ്പറക്കിയിട്ടാണ് പിന്നെ വെറും ഭൂമിയാണ് കൊടുത്തത്. ആ വെറും ഭൂമിയിൽ നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങളും ചെടികളുമാണ് ഹരിതാഭമായി ഈ പ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അത് ഇവരുടെ അധ്വാനമാണ്. ഇവരെ പ്രകൃതിക്ക് വലിയ സംഭാവന ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇവര് ദുരന്തം ഉണ്ടാക്കുന്നവരല്ല. ഞാൻ തിരിച്ചു വരാം ഫാദർ സെബാസ്റ്റ്യൻ. മലയോര കർഷകർക്കെതിരെ ഉയരുന്ന അധിക്ഷേപങ്ങളുടെ മുനയൊടിക്കുന്ന ശക്തമായ പ്രതികരണമാണ് ഫാദർ സെബാസ്റ്റ്യൻ നടത്തിയത്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, അങ്ങ് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഈ അടുത്ത വർഷങ്ങളിൽ കേരളത്തിലെ ഒരു കാലാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. പലപ്പോഴും ഓരോ അലേർട്ടുകളും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അത് മാറി മറിയുന്നത്.
ഈ കഴിഞ്ഞ മുണ്ടക്കയത്തുണ്ടായത് നമുക്കറിയാം. അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം 347 മില്ലിമീറ്ററോളം മഴയാണ് സംഭവിക്കുന്നത്. ഇതുവരെ ജനങ്ങൾ കാണാത്ത രീതിയിലുള്ള പ്രകൃതിയിൽ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ്? അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലെ ഈ കർഷകർ നേരിടുന്ന ഈ ഒരു ആക്ഷേപം, അവരാണ് ഈ പ്രകൃതി ദുരന്തത്തിനെല്ലാം ഉത്തരവാദികൾ. ഇതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? ആദ്യമായിട്ട് ഞാൻ ഈ ദുരന്തത്തിന് വിധേയരാകേണ്ടി വന്ന മരണപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടുമുള്ള അനുശോചനം പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇവിടെ ഒരു വിഭാഗം ആളുകള് താങ്കൾ രണ്ടാമത് ചോദിച്ചതിന്റെ ഉത്തരം ആദ്യം നൽകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ബോധപൂർവം ഉരുൾപൊട്ടി മരിക്കാൻ വേണ്ടി മലയോര മേഖലയിൽ പോയി താമസിച്ച് അവസാനം ഒരു ഉരുൾപൊട്ടി മരിച്ചപ്പോ അവർക്കത് സംഭവിക്കുന്നതാണ് എന്നുള്ള മട്ടിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. അതായത് വാസ്തവത്തില് മരിക്കുന്നത് പോലും ആഘോഷിക്കുന്ന, ആ മരിച്ചവരുടെ മൃതസംസ്കാരം നടത്തുന്നതിന് മുമ്പ് പോലും ഈ വിഷയം എടുത്തിട്ട് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അപഹസിക്കത്തക്ക വിധത്തിൽ പശ്ചിമഘട്ടത്തില് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ്, കൈനീട്ടി മേടിച്ചോ എന്നുള്ള മട്ടിൽ അപഹസിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെയും പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നവരെയും നമ്മളിവിടെ കാണുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് സാഹിത്യ രചന നടത്തിയിട്ട് സ്വയം ശാസ്ത്രജ്ഞന്മാരായിട്ട് ചമയുന്ന കുറെ പേരുണ്ട് ഇവിടെ. അവരാണ് ശാസ്ത്രാവബോധമില്ലാതെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അയച്ചുവിടുന്നത് പിന്നാമ്പറം. ഗാഡ്ഗിൽ റിപ്പോർട്ട് സന്ധ്യയെ എടുത്താൽ പോലും ഒരു ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗാഡ്ഗിലിനോടൊപ്പം നിന്നിരുന്നവരെല്ലാം തന്നെ ഫോറസ്റ്റ് എക്കോളജിസ്റ്റുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പക്ഷിശാസ്ത്രജ്ഞന്മാരുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അറിയാം. ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ ഘടനയെക്കുറിച്ചും എന്ത് പഠനമാണ് കാലാനുസൃതമായി ഇവിടെ നടന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഒരു വശം നിൽക്കുകയാണ്. വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, USDAയുടെ ലാൻഡ് കേപ്പബിലിറ്റി ക്ലാസിഫിക്കേഷൻ മാത്രമാണ് കാര്യമായിട്ട് ഇന്ന് ഇവിടെ നിലവിലുള്ളത്. എത്രയോ കൊല്ലങ്ങൾക്കും എത്രയോ പതിറ്റാണ്ടും ഇവിടുത്തെ മണ്ണും മഴയും കണക്കിലെടുത്തുള്ള ശാസ്ത്രീയ പഠനം ഇവിടെ നടത്തിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗാഡ്ഗിൽ പറഞ്ഞു 1,30,000 സ്ക്വയർ കിലോമീറ്റർ ആണ് വെസ്റ്റേൺ ഘട്ട്. ഗാഡ്ഗിലിന് ശേഷം വന്ന കസ്തൂരംഗൻ പറയുന്നു 1,60,000 കിലോമീറ്റർ ആണ് വെസ്റ്റേൺ ഘട്ട്. അതിനുശേഷം കസ്തൂരിരംഗൻ 6 മാസം കൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്തൊരു മോഡിഫിക്കേഷൻ വരുത്തി അതിനകത്ത് 60% കൾച്ചറൽ ലാൻഡ്സ്കേപ്പും 40% നാച്ചുറൽ ലാൻഡ്സ്കേപ്പുമാണ് തീരുമാനിച്ച് ആ 40%-ന് 3% ഫ്രിഞ്ച് ഏരിയ ആയിട്ട് മാറ്റി. അങ്ങനെ ഏകദേശം 59,000-ലധികം ചതുരശ്ര കിലോമീറ്റർ ഇവിടെ അവര് ESI ആയി പ്രഖ്യാപിക്കുകയാണ്. അതായത് നാച്ചുറൽ ലാൻഡ്സ്കേപ്പിന്റെ പേരിൽ. എന്ത് മാനദണ്ഡമാണ് അതിനെ അവർ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ സാറ്റലൈറ്റിൽ എടുത്ത ഫോട്ടോ എടുത്തിട്ട് എവിടെയെല്ലാം പച്ചപ്പ് കണ്ടോ അതെല്ലാം അതിനകത്ത് പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയായി കസ്തൂരംഗൻ റിപ്പോർട്ട് അടക്കം മാറി. കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് കേരളത്തിലെ 131 വില്ലേജുകളിലെ പാവപ്പെട്ട ജനങ്ങളുടെ മാത്രം തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കേരളത്തിന്റെ പരിസ്ഥിതിയെ അമിതമായി ചൂഷണം ചെയ്യുന്ന എല്ലാ വിഭാഗങ്ങളെയും അഴിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു പ്രകൃതി സംരക്ഷണത്തിന് ഓശാന പാടുന്നവരാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന കപട പരിസ്ഥിതിവാദികളും കപട ശാസ്ത്രജ്ഞന്മാരും എന്ന് അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കന്യാകുമാരി മുതൽ ഗുജറാത്തിലെ തപ്പി നരി വരെയുള്ള 1,600 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന പശ്ചിമഘട്ടം, ആ പശ്ചിമഘട്ടത്തിന്റെ സ്ഥാനത്ത് വാസ്തവത്തിൽ ഒരു മതിലാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഈ മഴ പെയ്യും. കാരണം പശ്ചിമഘട്ടത്തിന്റെ സ്ഥാനത്ത് ഒരു മതിൽ കെട്ടി ആ ഉയരത്ത് നിർത്തിയാലും ഇവിടെ ഈ മഴ പെയ്യും. കാരണം ഈ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ, ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു ശാസ്ത്ര സാഹിത്യ സംഘടനയുടെ ഔദ്യോഗിക വക്താവായിരിക്കുന്ന അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായിരുന്നു. ഒരിക്കൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരു ഔദ്യോഗിക മീറ്റിംഗില് വിദ്യാർത്ഥികൾ അടക്കമുള്ള ഒരു സെമിനാറിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ മരങ്ങളിൽ നിന്ന് നീരാവി കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. ഇത്ര ബാലിശമായ ആർഗ്യുമെന്റ് ഉയർത്തുന്നവർ ഇവിടെ ഉണ്ട്. ഇന്ത്യൻ ഓഷ്യനിൽ ഉയർന്നു വരുന്ന നീരാവി, സൗത്ത് ഇന്ത്യൻ ഓഷ്യനിൽ ഉയർന്നു വരുന്ന നീരാവിയെ നമ്മൾ വാണിജ്യക്കാറ്റുകൾ എന്ന് പറയുന്ന ട്രേഡ് വിൻസ് കൊണ്ടുവന്ന് ഭൂമധ്യരേഖ കടക്കുമ്പോൾ, അറബിക്കടലിലേക്ക് എത്തി ഭൂമധ്യരേഖ കടക്കുമ്പോൾ ഭൂമിയുടെ കോറിയോലിസ് ഫോഴ്സ് അനുസരിച്ച് അത് പോകുന്ന ഡയറക്ഷൻ ആഫ്രിക്കയ്ക്ക് നേരെയാണെങ്കിൽ കോറിയോലിസ് ഫോഴ്സിന്റെ എഫക്ട് കാരണം അത് ഇന്ത്യയുടെ നേരെ തിരിഞ്ഞു വീശുകയാണ്. അങ്ങനെ തിരിഞ്ഞു വീശുന്ന ട്രേഡ് വിൻസ് കൊണ്ടുവരുന്ന ഈ ക്ലൗഡ്സ് ആണ്, അല്ലെങ്കിൽ ഈ മൺസൂൺ ആണ് വാസ്തവത്തില് ഈ ട്രേഡ് വിൻസ് കൊണ്ടുവന്നിട്ട് ഈ കേരളത്തിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ തീരത്തേക്കും പ്രവേശിക്കുന്നു, പടിഞ്ഞാറ് ഭാഗം തീരത്തേക്ക് പ്രവേശിക്കുന്നതും അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു മതില് കാരണം, ഈ വെസ്റ്റേൺ കിടന്ന മതില് കാരണം അത് അവിടെ എത്തുമ്പോൾ അത് തട്ടി മുകളിലേക്ക് ഉയർന്നിവിടെ മഴയായി പെയ്യുന്നത്.
അത് കടലിന്റെ പ്രതിഭാസമാണ്. ഇനി നമ്മൾ കടലിലേക്ക് വരാം. ആഗോള തലത്തിൽ ഇപ്പൊ ഇവിടെ ആദ്യം സൂചിപ്പിച്ച മാർഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് കൂടുതലാണ്. ശരിയാണത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക. നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതായിരിക്കും ഒരു പക്ഷെ. ജർമ്മനിയിലെ ജൂലൈ മാസം 2 ദിവസം മഴ പെയ്തുള്ളൂ. മുഴുവൻ നദികളും കരകവിഞ്ഞൊഴുകി, വെള്ളപ്പൊക്കമുണ്ടായി, നിരവധി വീടുകൾ തകർന്നു, കൃഷിയിടങ്ങൾ പോയി, റോഡുകൾ തകർന്നു. $10 ബില്യൺ ആണ് അവിടെ നഷ്ടമുണ്ടായത്. ഏകദേശം 220 മരണങ്ങളുണ്ടായി. ഒരു 2 ദിവസം കൊണ്ട് അവിടെ 30 സെന്റിമീറ്റർ 300 മില്ലിമീറ്റർ മഴ പെയ്തതായിട്ട് നമ്മൾ കണ്ടു. മറ്റൊരു കേസാണ് നമ്മൾ കാണുന്നത് ചൈനയിൽ. ജൂലൈ മാസം 3 ദിവസം മഴ പെയ്തേ ഉള്ളൂ. ചൈനയെ പോലെ ഇത്രമാത്രം വളരെ കരുതലുള്ള ഒരു രാജ്യത്ത് 12 മില്യൺ ജനങ്ങളാണ് ഷെങ്ഷു എന്ന് പറഞ്ഞ മഹാനഗരത്തിൽ താമസിച്ചത് വെള്ളത്തിനടിയിലായി പോയത്. അവിടെ നമുക്കറിയാം 300 പേരാണ് മരിച്ചത്. ഈ 3 ദിവസം കൊണ്ട് അവിടെ 600 മില്ലിമീറ്റർ മഴ പെയ്തു, 60 സെന്റിമീറ്റർ മഴ പെയ്തു. അമേരിക്കയിലെ ന്യൂയോർക്കില് അടുത്ത നാളിലാണ്, ന്യൂയോർക്കില്, ന്യൂജേഴ്സിയിലെ, ഫിലഡൽഫിയയിലൊക്കെ 45 മരണങ്ങളുണ്ടായി. ആ ചുഴലിയും അതോടനുബന്ധിച്ചുണ്ടായ പെരുമഴയിലും അതിവൃഷ്ടിയിലും. മിന്നൽ മഴകളാണ് ഇപ്പോഴത്തെ പ്രത്യേകത. മുമ്പ് കാലങ്ങളുടേക്കാൾ കാലാവസ്ഥ മാറി വന്ന ശേഷം ഒരു പർട്ടിക്കുലർ ചുരുങ്ങിയ സമയത്തോട് വലിയ മഴ പെയ്തിറങ്ങുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോ ഈ പറയുന്ന മിന്നൽ മഴകള് ഓസ്ട്രേലിയയിലുണ്ടായി, ബെൽജിയത്തുണ്ടായി, ക്രൊയേഷ്യയിലുണ്ടായി, ഇറ്റലിയിലുണ്ടായി, നെതർലൻഡിലുണ്ടായി, സ്വിറ്റ്സർലൻഡിൽ സംഭവിച്ചു, ടർക്കിയിൽ സംഭവിച്ചു, പാകിസ്ഥാനിലുണ്ടായി, ഇന്ത്യയിലെ ബംഗ്ലാദേശിലും ഉത്തരാഖണ്ഡിലും മഹാരാഷ്ട്രയിലെ 250 പേരാണ് മരിച്ചത്. മറ്റൊരു കാര്യം, ഈ അടുത്ത നാളില് 2005 ഒരുപാട് ദൂരെയൊന്നുമല്ല, 2005 ബോംബെയിൽ ഏകദേശം 10 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ, സാന്താക്രൂസ് വിമാനത്താവളത്തിൽ 10 ചതുരശ്ര കിലോമീറ്ററിനുള്ളില് 2005 26 ജൂലൈയില് ഒരൊറ്റ മഴ 24 മണിക്കൂർ 94 സെന്റിമീറ്റർ മഴ പെയ്തോടെ. ഇത്തരത്തിലുള്ള വളരെ പെട്ടെന്നുള്ള മഴകൾ വരികയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഭൂമിയുടെ 2/3 ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, 2/3 കിടക്കുന്നത് കടലാണ്. കടലിലെ പ്രതിഭാസങ്ങളെ കുറിച്ച് വളരെ പരിമിതമായ അറിവേ നമുക്കുള്ളൂ. ആ കടൽ നടക്കുന്ന ഈ ആഗോള താപന, സീ സർഫസ് ടെമ്പറേച്ചറിന്റെ കൂടുതൽ വർധനവ്, അത് ഉപരിതല സർഫസിൽ ഉണ്ടാകുന്ന വർധനവ്, അത് അറബിക്കടലിലും കൂടിയിട്ടുണ്ട്, അത് ബംഗാൾ ഉൾക്കടലിലും കൂടുന്നുണ്ട്, അത് ഇന്ത്യൻ ഓഷ്യനിലും ഉണ്ട്, പസഫിക് ഓഷ്യനിലും ഉണ്ട്, അത് എല്ലാ സമുദ്രങ്ങളിലും ഉണ്ട്, നോർത്ത് ചൈന സീയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കൂടുമ്പോൾ ബംഗാൾ അറബിക്കടലിലടക്കം നീരാവി കണ്ടമാനം മുകളിലേക്ക് ഉയരുന്ന നീരാവികൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്തരം കൂമ്പാരമേഘങ്ങളായി മാറിയിട്ട് അത് കൊണ്ടുപോയിട്ട് വെസ്റ്റേൺ ഘട്ടിൽ എത്തുമ്പോൾ വെസ്റ്റേൺ ഘട്ടിന്റെ മുകളിൽ തടഞ്ഞു നിർത്തുന്നതോട് ഇവിടെ തന്നെ പെരുമഴയായി പെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഈ മഴയാണ് വാസ്തവത്തില് വളരെ മിന്നൽ മഴ, അല്ലെങ്കിൽ മിന്നൽ വേഗത്തിൽ നടക്കുന്ന അതിതീവ്ര മഴ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് സംഭവിക്കുന്നത് ലോകത്തില്. ആഗോളതാപനം ഒരു ഘടകമാണ്. വ്യവസായവൽക്കരണം അതിന് ഉപയോഗകരമായിട്ടുണ്ട്. ഓസോൺ ലെയർ ഉണ്ടാകുന്ന ഹോൾസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സീ സർഫസ് ടെമ്പറേച്ചറിന്റെ വർധനവ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എൽനീനോ അല്ലെങ്കിൽ ലാനിന എന്ന് പറഞ്ഞ പ്രതിഭാസങ്ങൾ പസഫിക് ഓഷൻ നടക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ അതിനെ സഹായിക്കുന്നുണ്ട്. മറ്റു പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ. ഇവിടെ ഉണ്ടാകുന്ന ഡിപ്രഷൻസ്, സൈക്ലോൺസ്, ഇതെല്ലാം ഇതിന് കാരണമാണ്. അപ്പൊ ലോകവ്യാപകമായി നടക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളെ കാണാതെ അതിന്റെ ഒരു പാർട്ട് സംഭവിക്കുന്ന കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യൻ അവിടെ പോയി വാഴ നട്ടതുകൊണ്ടും തെങ്ങ് നട്ടതുകൊണ്ടും ജീവിക്കാൻ വീട് വെച്ചതുകൊണ്ടുമാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കപട പരിസ്ഥിതിവാദികളെ ഒന്നുകിൽ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇതിലൊക്കെ ശിക്ഷ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തം. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. പാവപ്പെട്ട കർഷകർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്കെതിരെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ ശക്തമായി പ്രതികരിക്കുകയായിരുന്നു. ശ്രീ ജയ്മോൻ, നമുക്കറിയാം ഈ കേരളത്തിലെ മലയോര മേഖല, കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകുന്നുണ്ട്. ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് മലയോര മേഖലകളിൽ, ഹൈറേഞ്ച് മേഖലകളിൽ ഹോട്ടലുകൾ വരുന്നു, റിസോർട്ടുകൾ വരുന്നു. ഇത്തരം അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഹൈറേഞ്ച് മേഖലയിലെ, മലയോര മേഖലയിലെ പ്രകൃതിയെ ബാധിക്കുന്നത്? ശ്രീ ജയ്മോൻ. കൂട്ടിക്കൽ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ജെബിൻ എന്ന കുട്ടിയെ കുറിച്ച് ഇന്നിവിടെ ചില പത്രങ്ങളിൽ ഒരു വാർത്ത കണ്ടു. പ്രകൃതി ദുരന്തത്തിനിരയായ ജെബിൻ ഇവിടെ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പൊ ജെബിന്റെ അമ്മയാണ് കൂടെ നിൽക്കുന്നത് ജെബിനെ ശുശ്രൂഷിക്കാനായിട്ട്. ജെബിൻ അമ്മയോട് പറയുന്നതാണ്, അമ്മേ, ഇനി പഴയ സ്ഥലത്തേക്ക് പോകണ്ട, കാരണം ഇനിയും പാറയും കല്ലും മണ്ണും എല്ലാം ഒഴുകി വന്നേക്കാം. വീടില്ലാത്ത, പപ്പയില്ലാത്ത ആ സ്ഥലത്തേക്ക് ഇനി പോകണ്ട. ഒരു
ഹൃദയഭേദകമാണ് ആ കുഞ്ഞിന്റെ മനസ്സ്. കാരണം കുട്ടികളിലുണ്ടായ ദുരന്തമാണത്. അതിന്റെ ദുരന്തത്തിൽ പരിക്കേറ്റ് വന്ന ഒരു കുട്ടിയാണത്. അവന്റെ പപ്പ മരിച്ചുപോയി. ഈ മണ്ണ് ഒഴുകി വരുമ്പം, കല്ലും മണ്ണും ഒഴുകി വരുമ്പം ഇവനെ തള്ളി മാറ്റി ഈ കുട്ടിയും ഒഴുകിപ്പോയി, അവന്റെ പപ്പായി ഒഴുകിപ്പോയി. പക്ഷെ കുട്ടി എങ്ങനെയോ പിടിച്ച് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പപ്പ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് വഴി പറഞ്ഞു പോയി. നമ്മള് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകും. ഭരണാധികാരികൾ വന്ന് പുഷ്പചക്രം സമർപ്പിക്കും, അനുശോചനം രേഖപ്പെടുത്തും, ചിലരൊന്ന് ഞെട്ടും, മാധ്യമങ്ങള് കുറെ വാർത്തകൾ ഇങ്ങനെ കൊടുക്കും, ചർച്ചകൾ നടത്തും. പക്ഷേ ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതെല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ നമ്മൾക്ക് ഭീകരമായ, അതിനു മുമ്പും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ 2018 ശേഷം ഇതൊരു നിത്യ സംഭവമായി മാറി. താങ്കൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ 18, 19, 20 എല്ലാ വർഷങ്ങളും. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ത് എന്നുള്ളതാണ് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇത്തരം ദുരന്തങ്ങളുടെ പ്രധാന കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലെ ഉപജീവനത്തിന് വേണ്ടി 2 തൂമ്പ കളയ്ക്കുന്ന, അവന്റെ പറമ്പിൽ കളയ്ക്കുന്ന കർഷകനോ അല്ലെങ്കിൽ അവന്റെ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പ് വെട്ടുന്നതോ ഒന്നുമല്ല. വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച്, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാറ തുരന്ന് മണ്ണെടുത്ത് ഈ ഭൂമിയെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ താറുമാറാക്കി കളഞ്ഞ ഈ കോറി മാഫിയ തന്നെയാണ്. ഒരു കണക്ക് ഞാൻ പറയാം. അതിനകത്ത് കുറെ കണക്കുകൾ ഉള്ളതുകൊണ്ട് ഞാനത് ആ കണക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനല് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയതാണ്. സംരക്ഷിത വനപ്രദേശത്തിന് 1 കിലോമീറ്ററിനുള്ളിൽ കണ്ടെത്തി, അവർ 2017 നടത്തിയ പഠനമാണ്, പഠന റിപ്പോർട്ടാണ്. അതില് സംരക്ഷിത വനപ്രദേശത്തിന് 1 കിലോമീറ്ററിനുള്ളിൽ കണ്ടെത്തിയത് 79 കോറികളാണ്. റിസർവ് വനത്തിന് 1 കിലോമീറ്ററിനുള്ളിൽ 1378 കോറികളാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3000 ഹെക്ടർ സ്ഥലത്താണ് ഇത്തരം കോറികൾ നിൽക്കുന്നത്. കോറികൾ പാടില്ല എന്ന് വിദഗ്ധ പാനൽ നിർദ്ദേശിച്ച സോൺ 1, ആ സോൺ 1 1486 കോറികളാണ്. കോറികൾ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട സോൺ 2, അതിലുള്ളത് 169 കോറികളാണ്. സോൺ 3, ആ സോൺ 3 1677 കോറികളാണ്. എന്ന് പറഞ്ഞ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ 8 കോറികൾ പ്രവർത്തിക്കുന്ന മലനിരകള് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഭീകരമാണ് എന്ന് നമുക്ക് കണക്കൂട്ടാവുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് കേരളത്തിലെ 7157.6 ഹെക്ടർ സ്ഥലം കോറികളാണ്. ഇതാണ് ആ പഠനത്തിന് കണ്ടെത്തല്. അതിൽ മധ്യ കേരളത്തിൽ ഉള്ള കോറികളുടെ എണ്ണം 2438, തെക്കൻ കേരളത്തില് 1517, വടക്കൻ കേരളത്തില് 1969. ആലോചിക്കണം. ഇതിൽ 96% കേരളത്തിലെ പുഴകൾക്കും അരുവികൾക്കും 500 മീറ്റർ ചുറ്റളവിനുള്ളിലാണ്. 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ 2553 കോറികളുണ്ട്. അത് പോട്ടെ, അതൊക്കെ പോട്ടെ. ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നടത്തിയ കേരളത്തിലെ ഭ്രംശരേഖയിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ 354 കോറികളാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഭൂകമ്പ പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവ്, ഏത് സമയത്തും ഭൂകമ്പം ഉണ്ടാകാം. അവിടെ അതിൽ 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 78 കോറികളാണ്. എങ്ങനെ പ്രകൃതി ദുരന്തം ഉണ്ടാകാതിരിക്കും? അവിടെ മാറി നിൽക്കട്ടെ. പശ്ചിമഘട്ടത്തില് 3 തവണ നമുക്ക് എടുക്കാം. ജോയിസ് ജോർജ് എന്റെ സുഹൃത്താണ്. ജോയിസ് ജോർജ് MP ആയിട്ടുള്ള ഇടുക്കി. ജോയിസിന് ഒരുപക്ഷെ എന്നേക്കാൾ അറിയാമായിരിക്കും. ഏതാണ്ട് ഹോം സ്റ്റേകളും റിസോർട്ടുമായിട്ട് എൻ്റെ ഒരു ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് 18,000 കൺസ്ട്രക്ഷൻ അവിടെ ഉണ്ട്, റിസോർട്ട് ഹോം സ്റ്റേയുമായിട്ട്. ഇതെല്ലാം ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ
ആ സന്തുലിതാവസ്ഥയെ നശിപ്പിച്ചുകൊണ്ട് പണിതുയർത്തിയ കെട്ടിടങ്ങളാണ്. ഇനി കർഷകരെ കുറ്റം പറയുമ്പോഴും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ വല്യപ്പന്റെ കാലത്ത് അല്ലെ ആ ഒരു തലമുറ കാലത്ത് മുമ്പ് ഇടുക്കി കയറിയൊരു മരങ്ങൾ വെട്ടിയിട്ടുണ്ട്, കാട് വെട്ടി നശിപ്പിച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്നൊന്നും ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അതൊന്നും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ബാധിച്ചിട്ടില്ല. അവര് കാട് വെട്ടി വെളുപ്പിച്ച് കൃഷിയാണ് ഇറക്കിയത്. അവര് മരങ്ങൾ നടുകയാണ് ചെയ്തത്. അല്ലാതെ ഇത്തരം അനധികൃത കൺസ്ട്രക്ഷനുകളല്ല ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കോറികളല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, കർഷകര് എങ്ങനെയാണ് കർഷകർ ഇതിനകത്ത് ഒരു ഉത്തരവാദികളാകുന്നത് ഇത്തരത്തിൽ ഖനന മാഫിയ ഈ പ്രവർത്തിക്കുമ്പോൾ. അതുകൊണ്ടല്ലേ അല്ലാതെ പണ്ട് കാലം തൊട്ട് ഈ ഉരുളൊക്കെ പൊട്ടേണ്ടതല്ലേ? ഇതുപോലെ ഉണ്ടോ? റയറായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായതിന് വ്യക്തമായ തെളിവാണത്. അതിനകത്ത് ആരെന്ത് പറഞ്ഞാലും. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജെയ്മോൻ ജോയ്സ് ജോർജ്. കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു നട്ടലാണ് നമ്മുടെ ഹൈറേഞ്ച് മേഖല, അല്ലെങ്കിൽ ഈ മലയോര മേഖല. ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കാലവർഷക്കെടുതികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതികൾ നമ്മുടെ മലയോര മേഖലയ്ക്ക് ആവശ്യമില്ല. നേരത്തെ ശ്രീ ജെയ്മോൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ക്വാറികൾ, ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിനെതിരെയൊക്കെ ഒരു ശക്തമായ നടപടി ആവശ്യമല്ലേ? അത് അവരുടെ ആ ജനതയുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ആവശ്യം തന്നെയല്ലേ ശ്രീ ജോയ്സ് ജോർജ്? തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങളോടൊന്നും യോജിക്കുന്നില്ല. പക്ഷേ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജെയ്മോൻ പറഞ്ഞ ചില കണക്കുകൾ, അതിന്റെ ആധികാരികതയെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുടെ കാരണം ഇവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും മാത്രമല്ല മറ്റൊട്ടനവധി റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയതുപോലെ ഏകപക്ഷീയമായി ഉണ്ടാക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി നമ്മളിവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും ക്വാറികൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. റിസോർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മളിവിടെ പ്രതിനിധാനം ചെയ്യുന്നത് മലയോര മേഖലയിൽ ജീവിക്കുന്ന കൃഷിക്കാരും അതിനോടനുബന്ധിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക്. ആ ജനവിഭാഗങ്ങൾ ആരും അവിടെ ക്വാറി നടത്തുന്നില്ല. ആ ജനവിഭാഗങ്ങൾ ആരും ഇവിടെ റിസോർട്ടുകളോ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടായേ പറ്റൂ. നമുക്കറിയാം, ഇവിടെ ഡോക്ടർ കാളാമ്പറമ്പിൽ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു, ആഗോളതലത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെ. അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒട്ടനവധി പ്രതിഭാസങ്ങളുണ്ട്. ആ പ്രതിഭാസങ്ങളുടെയൊക്കെ ഭാഗമായി ലോകത്താകമാനം അതിവർഷം ഉണ്ടാകുന്നുണ്ട്, വരൾച്ച ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് 2018 മുതൽ ഇങ്ങോട്ടുള്ള ചർച്ച ചെയ്താൽ ഉണ്ടാകുന്ന മഴയുടെ തീവ്ര സ്വഭാവം അതിനെ ശാസ്ത്രീയമായി തന്നെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ആ ഗ്ലോബൽ വാർമിംഗിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർസ്ഫുരണവും മറ്റ് ജീവിത ശൈലികളും തന്നെയാണ്. അത് ലോകത്താകമാനുള്ള മുഴുവൻ ആളുകളും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാനാവൂ. അത് ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വവും ബാധ്യതയുമാക്കി വെച്ചുകൊണ്ട് ഇതിനെ പരിഹരിക്കാനാവില്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തീർച്ചയായും തയ്യാറാകണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ ബഹുമാന്യരായ ജയകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിസോർട്ടുകളെ, പാറമടകളെ സംബന്ധിച്ച് നമുക്കറിയാം, പാറമടകളെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ പാറമടകൾ അനധികൃതമായി പറ്റത്തില്ല. അനധികൃതം മാത്രമല്ല, അനിയന്ത്രിതമായും പറ്റത്തില്ല. പക്ഷേ നിയന്ത്രണങ്ങളോട് കൂടി പ്രാദേശിക വികസനത്തിന് ആവശ്യമായിട്ടുള്ള അവിടെയുള്ള ആളുകൾക്ക് റോഡുണ്ടാക്കാൻ, വീട് വെക്കാനൊക്കെയുള്ള പ്രാദേശിക വികസനത്തിന് ഉതകുന്ന തരത്തിലേക്ക് ക്വാറിയും പരിമിതപ്പെടുത്തണം, ഒരു സംശയവും വേണ്ട. അങ്ങനെ ക്വാറിയും പരിമിതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അതാണ് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അവതാരകൻ ചോദിച്ചതിന് ഉത്തരം. രണ്ടാമത്തെ കാര്യം നമ്മള് റിസോർട്ടുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും കൃത്യതയാർന്ന വ്യക്തതയാർന്ന ബിൽഡിംഗ് കോഡുകൾ ഉണ്ടാവണം. ഓരോ പ്രദേശത്തിനും ഉതകുന്ന തരത്തിൽ ഉള്ള ബിൽഡിംഗ് കോഡുകൾ ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ശ്രീ ജോയ്സ് ജോർജ്, അങ്ങ് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം, അങ്ങ് ഇടുക്കി ജില്ലയുടെ MP ആയിരുന്നു. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഇടുക്കി ജില്ലയിൽ ഉടനീളം ഒത്തിരിയധികം റിസോർട്ടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അതിൽ കുറേയൊക്കെ അനധികൃതമായി നിർമ്മിച്ചവയാണ്.
ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കാൻ രാഷ്ട്രീയ ഒരു പ്രതിനിധി എന്ന നിലയിൽ അങ്ങേക്ക് നടപടി എടുക്കുന്നതിൽ നിന്ന് അങ്ങേ പിന്തിരിപ്പിക്കുന്ന അങ്ങേ ഏതെങ്കിലും ഒരു സമ്മർദ്ദ ശക്തികൾ പിന്തിരിപ്പിച്ചിട്ടുണ്ടോ ശ്രീ ജോയ്സ് ജോർജ്? അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്കൊന്നും പഴങ്ങുന്നില്ലല്ലോ നമ്മൾ. ഞാൻ പറയട്ടെ, അവിടെ അനധികൃതമായി ഉണ്ടാകുന്ന റിസോർട്ടുകൾ അതിനൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ലാത്ത കുറേയേറെ നിയമങ്ങൾ, കുറേയേറെ ചട്ടങ്ങൾ, ആ വ്യക്തതയും ഇല്ലാത്ത അവ്യക്തമായ നിയന്ത്രണങ്ങളും ചട്ടങ്ങളുടെയും ഒക്കെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ചിലപ്പോൾ അതിനുള്ള സ്വാധീനത്തിന് വഴങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും കൂടി ഉണ്ടാക്കുന്ന അതിന്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിച്ച് അതിന്റെ പേരിൽ വലിയ അഴിമതിയുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്ന എനിക്കൊരു മടിയില്ല. അങ്ങനെ അഴിമതിയോട് കൂടിയൊക്കെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കണം. അപ്പൊ അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയാണ്. അതിന്റെ ഇടയിൽ തന്നെ കൃത്യമായി നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഉണ്ടാകുന്ന ഒരു അവ്യക്തത, ആ അവ്യക്തത നിലനിർത്തിക്കൊണ്ട് അവിടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ കാലത്തും വളരെ വ്യക്തമായി ഇപ്പൊ നമുക്കറിയാം, ഹൈറേഞ്ചിലാകെ അല്ലെങ്കിൽ മലയോര മേഖലയിലാകെ കേരളത്തിലാകെ തന്നെ പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിർമ്മാണ നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ്. പതിച്ചു കൊടുത്ത ഭൂമിയിൽ വാണിജ്യ നിർമ്മാണ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഇവിടെ ആർക്കും മുന്നോട്ട് പോകാനാവില്ല. കൃഷി ചെയ്തും വീട് വെച്ചും മാത്രം ജനങ്ങൾക്ക് ജീവിക്കാനാവില്ല. അവർ വാണിജ്യ സ്ഥാപനങ്ങൾ വേണം, ധനകാര്യ സ്ഥാപനങ്ങൾ വേണം, ആരാധനാലയങ്ങൾ വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വേണം. പക്ഷെ അങ്ങനെ ഏകപക്ഷീയമായി മുഴുവൻ സ്ഥലത്തും ഒരുമിച്ച് അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അത് വീണ്ടും ഈ നിയമം ലംഘിക്കുന്ന ആളുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണ്. മറിച്ച് വ്യക്തതയും കൃത്യതയുമാർന്ന ചട്ടങ്ങൾ ഉണ്ടാവുകയും എന്തൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുകയും അതിനാവശ്യമായ കൃത്യമായ ബിൽഡിംഗ് കോഡ് കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് ഇപ്പൊ പറയുന്ന കാര്യമല്ല കേട്ടോ. 2014 പാർലമെന്റ് അംഗമായതിനു ശേഷം ആദ്യം കിട്ടിയ അവസരങ്ങളിൽ തന്നെ രേഖകളിൽ ഇതെല്ലാം ഉണ്ട്. അവിടെ മുതൽ പാർലമെന്റിനകത്തും പുറത്തും പിന്നീട് കിട്ടിയ എല്ലാ അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് മലയോര മേഖലയിൽ സമരം ചെയ്ത മുഴുവൻ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായം. ബഹുമാനപ്പെട്ട കൊച്ചി പരിക്കലച്ചനോടിയുണ്ട്. അപ്പോൾ ഈ തരത്തിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പക്ഷെ അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വ്യക്തതയും കൃത്യതയുമാർന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവില്ല. ആ സർക്കാർ സംവിധാനങ്ങൾ അതിന് നിങ്ങൾ ചോദിച്ചല്ലോ, എന്തെങ്കിലും വ്യക്തിപരമായ ഒരു സമ്മർദ്ദമോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമുക്കറിയാം, ഇപ്പോൾ ഇതിനൊക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് ഞാൻ അവിടെ ഇടുക്കി ജില്ലയിലെ 3ാമത്തെ തലമുറയിൽപ്പെട്ട കുടിയേറ്റ കർഷകന്റെ മകനാണ്. പക്ഷേ എന്നെ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മളെ കണക്കുള്ള ആളുകളെയൊക്കെ പൂർണ്ണമായും വ്യക്തിഹത്യ ചെയ്യുക മാത്രമല്ല, സമൂഹത്തിന്റെ മുമ്പിൽ വലിയ കയ്യേറ്റക്കാരും കൊള്ളക്കാരും ഒക്കെയായി ചിത്രീകരിച്ച് അവമാനിക്കുന്നതിനും ആ തരത്തിൽ പാർശ്വവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെയൊക്കെ അപ്പുറത്ത് നമ്മളിപ്പോഴും പറയും, നമ്മൾ ആരെയാ പ്രതിദാനം ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്നത് അവിടുത്തെ സാധാരണക്കാരായ കൃഷിക്കാരും സാധാരണക്കാരായ ജനങ്ങളുടെയും താല്പര്യങ്ങൾ മാത്രമാണ്. ഒരു റിസോർട്ടുകാരന്റെയും ഒരു പാറമുടക്കാരന്റെയും അച്ചാരം വാങ്ങിച്ചുകൊണ്ട് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിച്ചു. വ്യക്തമാണ്. ഫാദർ സെബാസ്റ്റ്യൻ, ഈ കേരളത്തിന്റെ ഭാവിക്ക് മലയോര കർഷകരുടെ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ്. ഈ ഇടുക്കി ജില്ലയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള എന്തെല്ലാം പദ്ധതികളാണ് ഭരണകൂടം കൊണ്ടുവരേണ്ടത്? തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. അത് എല്ലായിടത്തും എന്നതുപോലെ മലയോര മേഖലയിലും ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചും അവരെ ബോധ്യപ്പെടുത്തിയും അവരുടെ പങ്കാളിത്തത്തോടെയാണ് പരിസ്ഥിതി സംരക്ഷണ പദ്ധതികൾ കൊണ്ടുവരേണ്ടത്. ഇവിടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഏകപക്ഷീയമായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം ഫലത്തേക്കാളേറെ ദോഷമാണ് ചെയ്യാൻ പോകുക. അത് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഈ പരിസ്ഥിതിയുടെ പേരിൽ ഇപ്പൊ ക്വാറിയിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ ക്വാറിയിങ് മൂലമാണ് ഇവിടെ ഈ ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായത് എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു. ക്വാറിയിങ് ഒരു കാരണമാകാം. പക്ഷെ പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ വർഷം വലിയ ദുരന്തം ഉണ്ടായതാണ്. അത് വളരെ തീവ്രമായി സംരക്ഷിക്കുന്ന, പ്രത്യേകിച്ച് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായി വനം വകുപ്പ് മനുഷ്യന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്തത് അതുപോലെ സംരക്ഷിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഈ കഴിഞ്ഞ വർഷം അതിനൊരു 50 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പാറമട പോലും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ അവിടെ സംഭവിച്ചു. ഒരു കാരണം സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ മറ്റ് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഒന്നുമില്ലാത്ത സ്ഥലമാണ്.
അപ്പൊ അത് തീർച്ചയായിട്ടും ക്വാറിയിങ് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അനധികൃതമായ ക്വാറിയിങ്ങോ അല്ലെങ്കിൽ അനിയന്ത്രിതമായ ക്വാറിയിങ്ങോ ഒക്കെ പ്രശ്നമാണ്, അത് നിയന്ത്രിക്കണം. എന്നാൽ പ്രദേശവാസികൾക്ക്, ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് പണിയാൻ ഒരു ലോഡ് കല്ല് വേണമെങ്കിൽ 36,000 രൂപ കൊടുക്കണം. ഒരു ലോഡ് കല്ല് ഞങ്ങളുടെ ഒരു ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തൊന്നും പാറമടകളില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളം സൈഡിൽ നിന്നാണ് ഇടുക്കിയിൽ ഒരു ലോഡ് കല്ല് വരുന്നത്. 36,000 രൂപ ഞാൻ കൊടുത്തിട്ടിരിക്കുന്നയാൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത് 36,000 രൂപ കൊടുക്കും ഒരു ലോഡ് കല്ല് കിട്ടും. തീർച്ചയായിട്ടും നിയന്ത്രിതമായ രീതിയിൽ അതത് പ്രദേശത്തെ വികസനത്തിന്, ജനങ്ങളുടെ സ്വാഭാവികമായ സുസ്ഥിര വികസനത്തിന് അനുയോജ്യമായ സാമഗ്രികൾ ഇന്ന് അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. അതിനപ്പുറമുള്ള കച്ചവടം മുഴുവൻ കർശനമായിട്ട് നിയന്ത്രിക്കുക. ഒരു സംശയം വേണ്ട അക്കാര്യത്തില്. നിർമ്മാണങ്ങളെ സംബന്ധിച്ച് ഒരു നിർമ്മാണ നയം അനിവാര്യമാണ്. ഈ നിർമ്മാണങ്ങളൊന്നും ഹോം സ്റ്റേ ഒന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. കാരണം ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഈ മൂന്നാറോ അല്ലെങ്കിൽ വാഗമണ്ണോ അല്ലെങ്കിൽ കുമളിയോ ഉള്ള പ്രദേശങ്ങളിലേക്ക് ധാരാളം ആളുകൾ വരുന്നു. തീർച്ചയായിട്ടും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ന്യായമായിട്ട് ഒരുക്കി കൊടുക്കേണ്ടതാണ്. അത് ഈ ടൂറിസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ നിർമ്മാണങ്ങളെ സംബന്ധിച്ച് ഇവിടെ എല്ലാം 10, 15, 20 നിലയുള്ള കെട്ടിടങ്ങളുണ്ട്. ഇതാരും കർഷകരുടെയോ അല്ലെങ്കിൽ സാധാരണക്കാരുടെയോ ഒന്നും അല്ല, ഇടുക്കിക്കാരുടേതും അല്ല, നിലവാരമുള്ള ആളുകളുടേതും അല്ല. ഇതെല്ലാം വൻകിട പാർട്ടികളുടെ. ഞാൻ തിരിച്ചു വരാം, ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിട്ടു. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് അങ്ങ് വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. ഈ ആഗോളതലത്തിൽ നടക്കുന്ന ഈ പ്രതിഭാസം, ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായി ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കുക? കാരണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതല്ലേ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, നഗരങ്ങളിൽ ജീവിക്കുന്നവർ. ഈ ആഗോള പ്രതിഭാസത്തെ എങ്ങനെയാണ് നമുക്ക് ഒരു പരിധിവരെയെങ്കിലും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ സാധിക്കുക? ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. നമ്മുടെ യുനെസ്കോ അല്ലെങ്കിൽ UN-ന്റെ സമിതി, പ്രത്യേകമായിട്ടും IPCC പോലുള്ള സംഘടനകള് ഇതിനു വേണ്ടി കൃത്യമായ ലോകരാജ്യങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു പ്രദേശത്തുള്ള, ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ കേസ് എടുക്കാൻ 123 വില്ലേജുകളിലായിട്ട് ഏകദേശം 20 ലക്ഷം ആളുകളാണ് കേരളത്തിൽ ESA പ്രദേശത്തുള്ളത്. അത് 22 ലക്ഷം പേരാണ്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം കോടിക്കണക്കിന് ആളുകൾ ഇവരെ ഉണ്ട്. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അതുപോലെ ഈ പറയുന്ന മലിനീകരണം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ, മാലിന്യങ്ങൾ ഒഴിവാക്കുവാൻ, കാർബൺ എമിഷൻ ഒഴിവാക്കുവാൻ, അതുപോലെ തന്നെ കാർബൺ സെക്വറേഷന് സഹായകരമായിട്ടുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനും ഒക്കെ എല്ലാവരും പരിശ്രമിക്കണം. ടൗണിൽ പോകുന്നവൻ ഫ്ലാറ്റ് പണിത് അവന്റെ വീടിന്റെ മുറ്റമെല്ലാം ടൈൽസ് വിട്ട് അവൻ AC ഉപയോഗിച്ച്, കാറിലും AC ഉപയോഗിച്ച് നടക്കട്ടെ. മലയോര മേഖലയിലുള്ളവൻ അവിടെ ജീവിക്കാനും അനുവദിക്കില്ല, അവൻ നശിച്ചു പോകട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യം മാറ്റണം. എന്നിട്ട് ലോകമെമ്പാടും നമ്മൾ സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്. ആ നയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് ആവശ്യത്തിനുള്ളതല്ല ഇവിടെ ഉണ്ട്, മനുഷ്യന്റെ അത്യാവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്യാഗ്രഹത്തിനുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങൾ. അവിടെയാണ് അപകടമുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകമെമ്പാടും ഈ കാർബൺ സെക്വറേഷന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടും ചെയ്യണം. കാരണം കാർബൺ എമിഷൻ കുറയ്ക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ ഒന്നാമത്തെ ഘടകം ഇതുപോലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി നിന്ദിക്കാന്നുള്ളതാണ്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഈ ആഗോളതലത്തിൽ ഭരണകൂടങ്ങൾ നടപടിയെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഭരണകൂടം ഇതിനെതിരെ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. നമ്മളുടെ ഓരോ, ഇപ്പൊ ഞാൻ 1:50,000 റേഷ്യോയിലാണ് ഗാഡ്ഗിലിലെ കസ്തൂരംഗൻ പോലുള്ളവർ പലപ്പോഴും പഠനം നടത്തിയത്. എന്ന് പറഞ്ഞ ഒരു ജില്ലയെ ആകമാനം അവരൊരു ഗ്രിഡായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കോട്ടയം ജില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെ ചില പ്രത്യേക ജില്ലയിലെ പ്രത്യേക പോയിന്റുകളായിരിക്കും പരിസ്ഥിതിലോല മേഖല. ഒരു പരിസ്ഥിതിലോലമായിട്ട് ജില്ലയെ മുഴുവൻ പ്രഖ്യാപിക്കുകയല്ല. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനാവശ്യമായ വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നിയമം കൊണ്ടുവരികയും ചെയ്യുക. ഒരു ജില്ലയെ അടച്ച് പരിസ്ഥിതി ലോലമാണെന്ന് പ്രഖ്യാപിക്കുന്ന രീതി, ഒരു വില്ലേജിനെ അടച്ച് പ്രഖ്യാപിക്കുന്ന രീതി, പഞ്ചായത്തിനെ അടച്ച് പ്രഖ്യാപിക്കുന്ന രീതി, താലൂക്കിനെ അടച്ച് പ്രഖ്യാപിക്കുന്ന രീതി, അത് കാട്ടിൽ പോലുള്ളവർ ചെയ്തത് എന്റെ അഭിപ്രായത്തിൽ അതൊരു വിഡിത്തം തന്നെയാണ്. അതേസമയത്ത് നമ്മുടെ ഭൂഘടന മനസ്സിലാക്കി, മണ്ണിന്റെ ഘടന മനസ്സിലാക്കി, മഴയുടെ തീവ്രത മനസ്സിലാക്കി, കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ പഠനങ്ങളുടെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഓരോ പ്രദേശത്തെയും മൈക്രോ സ്റ്റേഷൻസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ആ പ്രദേശത്ത് വരുത്തേണ്ട നിയന്ത്രണങ്ങള്, ഇളവുകള് അല്ലെങ്കിൽ എന്തൊക്കെയാണ് തീരുമാനിക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടാണ്. ഒന്നാമത്. രണ്ടാമത്, സോൺ 1, സോൺ 2, സോൺ 3 എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളെല്ലാം ചേരുന്നതാണ്. അല്ലാണ്ട് ഒരാൾ വന്ന് സാറ്റലൈറ്റ് വഴി നോക്കി ഇന്ന പ്രദേശം പശ്ചിമഘട്ടം ഡിഫൈൻ ചെയ്യുന്നതല്ല. ഈ തീരദേശത്തടക്കമുള്ളവർ, തീരദേശം മുതൽ പശ്ചിമഘട്ടം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട്
ഈ കാർബൺ എമിഷൻ ആവശ്യമായുള്ള കാര്യങ്ങള്, വാഹനങ്ങളുടെ നിയന്ത്രണങ്ങള്, ഒരാൾക്കൊരു വാഹനം വെച്ച് ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലാണ് വാഹനങ്ങൾ, അതിനുണ്ടാകുന്ന കാർബൺ എമിഷൻ. അതുപോലെ തന്നെ AC, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആർഭാട വസ്തുക്കള്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ, നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, ഇതെല്ലാം പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ളതാണ്. അവയെ നിയന്ത്രിക്കുവാനുള്ള ഒരു കൂട്ടായ ബോധവൽക്കരണം ഉണ്ടാകുകയും ഗവൺമെന്റ് തലത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എനിക്ക് ചേർത്ത് വെക്കാനുള്ളത്, നമ്മൾ ഈ കർഷകരെ കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കല് കഴിഞ്ഞ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ ഒരു മിനിസ്റ്റർ പറഞ്ഞു, കേരളത്തിലെ ഭൂമാഫിയ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹമാണ് എന്നുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. സ്ഥലം മുഴുവൻ അവരുടെ കയ്യിലാണ്. ശരിക്കും അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു 55% ആളുകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയില് ഞങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ 55% ആളുകളുടെയും കയ്യിലുള്ള ഭൂമി 1/2 ഏക്കർ താഴെയാണ്. 15% ആളുകൾക്ക് ഭൂരഹിതരാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് അവർ ഭൂമാഫിയാണെന്ന് പച്ചകുത്തുന്നത്. ആ പച്ചകുത്തുമ്പോൾ മറ്റുള്ള സമൂഹങ്ങളെല്ലാം കാണുന്ന ഇവർ വലിയ ഭൂമാഫികളാണ്, ഇവർ ഭൂമി കൊള്ളയടിച്ചവരാണ്, കയ്യേറിയതാണെന്ന് മറ്റ് ചിന്താധാര ഉണ്ടാകുന്നു. അങ്ങനെ കർഷകർക്കെതിരെ ഒരു പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ട് കർഷകരെ ആ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിൽ മലയോര ജനതയെ ആ പ്രദേശത്ത് നിന്ന് ഇറക്കി വിടാനുള്ള ഒരു ഗൂഢമായ അജണ്ട ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഞാനത് പറയുമ്പം വെറുതെ പറയുന്നതല്ല. കാരണം നമ്മൾ നോക്കിക്കൊള്ളുക, ഇപ്പൊ ഈ ESI എടുക്കുക, ESI അവിടെ നിൽക്കട്ടെ, ഈ ESS എടുക്കുക, അതായത് നമ്മുടെ ബഫർ സോൺ അല്ലെങ്കിൽ ESS ഏരിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ചുറ്റും കേരളത്തിൽ 23 വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അതുകൂടാതെ പ്രൊട്ടക്റ്റഡ് ഏരിയസ് വേറെ കിടക്കും. ഇതിന്റെ എല്ലാം ചുറ്റും നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്? 1 കിലോമീറ്റർ ദൂരത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ പെടുത്തിക്കൊണ്ട് അത് ബഫർ സോൺ ആക്കിയിട്ട് അല്ലെങ്കിൽ ESS ആക്കി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ 23 ചുറ്റും പ്രഖ്യാപിക്കുമ്പോൾ 1 ലക്ഷത്തി ഞാനൊരു കണക്കെടുത്തപ്പോൾ 4 ലക്ഷം ഏക്കർ ഭൂമിയാണ് അത്തരത്തിൽ എന്താകാൻ പോകുന്നത്, ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിലേക്കും ഫോറസ്റ്റ് ആക്ടിലേക്കും വരാൻ പോകുന്നത്. അപ്പൊ അവിടെ താമസിക്കുന്ന മഹാഭൂരിപക്ഷം മലയോര മേഖലയിലെ കർഷകരാണ്. ഈ കർഷകരെ അവിടെ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് ഭൂമി വനമാക്കി മാറ്റുകയാണ് ഗൂഢതന്ത്രം കൂടി അതിന്റെ പിന്നിൽ നടക്കുന്നു. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നു. അത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരിലാകാം, ESIയുടെ പേരിലാകാം, മറ്റേതെങ്കിലും വിധത്തിലാകാം. അത് ആ തരത്തിലുള്ള ഗൂഢ അജണ്ടകളെ പരാജയപ്പെടുത്തും. സമയം പരിമിതി മൂലം ഇടപെടുകയാണ് ഡോക്ടർ ചാക്കോ കൊളംപറമ്പിൽ. ഈ ഗൂഢശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം. ശ്രീ ജയമോൻ, താങ്കളൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. പലപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചില മാധ്യമങ്ങളും ചില കപട പരിസ്ഥിതിവാദികളും എന്തുകൊണ്ടാണ് നമ്മുടെ ഹൈറേഞ്ചിലെ പാവപ്പെട്ട ജനതയെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവരെ അധിക്ഷേപിക്കുന്നത്? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ജയമോൻ. മാധ്യമങ്ങളും അങ്ങനെ ചെയ്യുന്ന ഒരു അഭിപ്രായം എനിക്കില്ല. പരിസ്ഥിതിവാദികളും അങ്ങനെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത്, ഞാനതാണ്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകളാണ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഇപ്പൊ കോറികൾക്കെതിരെയുള്ള സമരം വിജയിച്ച് ഉള്ള ചരിത്രമുണ്ടോ കേരളത്തിൽ? എന്തുകൊണ്ടാണ് കോറികൾക്കെതിരെ സമരം വിജയിക്കാത്തത്? സമരത്തിൽ പങ്കെടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ? പക്ഷെ ഈ കോറി മാഫിയയും രാഷ്ട്രീയക്കാരും, അതിപ്പോ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ആര് ഭരിക്കുമ്പോഴും ഇവര് ഒരു ചങ്ങാത്ത മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് പോവാണ്. ഈ കിട്ടുന്ന ലാഭം അങ്ങോട്ട് ഷെയർ ചെയ്യില്ലേ? ഇപ്പൊ ഇതില്ല, ഇടപെടുന്നില്ല. ഞാൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. അതായത് നമ്മൾ കോറികളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് കോറികളുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റിനെ തിരുത്തേണ്ടത് തന്നെയാണ്. അതെല്ലാം നല്ല. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, ഗാഡ്ഗിൽ പറഞ്ഞിരിക്കുന്ന ഡാമുകൾ എവിടെ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ എവിടെ, അതുപോലെ ഇതുപോലുള്ള ഖനന സെന്ററുകൾ എവിടെ? അവർ ശുപാർശ ചെയ്തതാണല്ലോ. അതൊക്കെ ഇപ്പോഴും ഗവൺമെന്റ് തലത്തിൽ നിൽക്കുകയാണ്. സർക്കാർ തലത്തില് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം നിലകൊള്ളുകയാണ്. അപ്പൊ കേവലം കർഷകരെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് കോറിയോ ഡാമോ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളോ ഇതെല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിനെതിരെ ആരും മിണ്ടാതെ കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ 30% താഴെ മാത്രം ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലാണ് കേരളത്തിലുള്ളത്. ബാക്കി 70% വളരെ കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിന് വെളിയിൽ നിന്ന് വാങ്ങിയാണ്. ഇവിടെ ഒരു യൂണിറ്റിന് 15 രൂപ ചെലവാകുമ്പോൾ ഒരു യൂണിറ്റിന് കേവലം 3 രൂപ കൊടുത്തുമാണ് പുറമേ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ തയ്യാറാകാത്തോടെ നമ്മൾ ചിന്തിക്കണം. ഞാൻ അത് ശരിയാണ്. കാരണം നമ്മുടെ ഈ പറഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇഷ്യൂ ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത കൊടുത്തതാണ്. അതൊക്കെ ഇനിയും ഈ പ്രകൃതി ദുരന്തമായിട്ട് നമ്മുടെ മുകളിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ പരിസ്ഥിതിക്ക് എതിരായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പിന്നെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് പറയാം, ഞാൻ ഹോം സ്റ്റേകൾക്കൊന്നും എതിരല്ല. ഞാൻ പറഞ്ഞത് അനധികൃത നിർമ്മാണമാണ്. അല്ലാതെ ഒരു പാവപ്പെട്ട നമ്മുടെ ഒരു ഹോം സ്റ്റേ വെച്ചിട്ട് ജീവിതമാർഗം കണ്ടതിന് നമുക്കെതിരെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവിടെയൊക്കെ ഹൈറൈസിൽ ബിൽഡിംഗ് പണിതുണ്ടാക്കി പുറത്തു നിന്നുള്ള ആളുകൾ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിക്കാരാവണമെന്നില്ലത്, പുറത്തു നിന്നുള്ള ആളുകള് ആ ടൂറിസത്തിന്റെ പേരിൽ പ്രകൃതിയെ കൊല്ലുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. അത് പാടില്ല. പിന്നെ ഞാൻ ഈ കോറിയെ ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്റെ ഒരു ചെറിയൊരു പഠനത്തില് ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട
പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ കോറികളാണ്. കാരണം ഇവര് ഒരു ചെറിയ സ്ഫോടനം നടത്തുന്നു, 1.5 കിലോമീറ്റർ ദൂരെ വരെ അതിന്റെ പ്രകമ്പനം ഉണ്ടാകുന്നില്ലേ? 60 ഡെസിമൽ എന്ന് പറയുന്ന ആ നിയന്ത്രണം വെച്ചിട്ടാണോ ഇവര് അവിടെ സ്ഫോടനങ്ങൾ നടത്തുന്നത്? അല്ലെങ്കിൽ അത്തരം പിന്നെ കോറികൾ വേണം, നിർബന്ധമായിട്ട് വേണം. പക്ഷെ അത് എങ്ങനെ വേണം? അത് നിയന്ത്രിതമായ രീതിയിൽ അനുവദനീയമായ സ്ഥലത്ത് കാര്യക്ഷമമായ പരിശോധനകളോടെ ഈ 3 കൂട്ടം കാര്യങ്ങള് കറക്റ്റായാൽ മതി. കോറികൾ വന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം കോറികൾ ഇല്ലെങ്കിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കും. ഞാൻ കോറികൾക്ക് അടച്ച് പറഞ്ഞതല്ല. പക്ഷെ ഇവര് ചെയ്യുന്ന ഈ ഒരു കാര്യം ഇവർക്ക് കൊടുക്കുക, സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും കൊടുക്കുന്ന സപ്പോർട്ട്, അപ്പൊ പിന്നെ പാവപ്പെട്ടവരൊന്നുമില്ല, അവരെല്ലാം ഒറ്റ ഇതിലാണ്. പറയും ഞങ്ങളൊക്കെ കോറിക്കെതിരാണ്, ഞങ്ങളൊക്കെ കർഷകന്റെ കൂടെയാണ് എന്നൊക്കെ ഈ രാഷ്ട്രീയക്കാർ പറയും. ഒന്നുമല്ല, ഇവരെല്ലാം ഇത്തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടും സാമ്പത്തിക ലാഭവും കൊണ്ട് ഈ കോറി മാഫിയയുടെ ഏജന്റുമാരാണ്. യാതൊരു മാറ്റവും. ഓക്കെ, ഞാൻ സമയം തീരാറായി ശ്രീ ജിം, അതുകൊണ്ട് ഇടപെടുകയാണ്. അവസാനമായി ശ്രീ മാർഷൽ, വലിയൊരു ദുരിതത്തിൽ നിന്ന് അങ്ങയുടെ നാട് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലാവർഷ കെടുതികൾ ഉണ്ടാകുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മുടെ മലയോര ജനതയ്ക്ക് ലഭിക്കേണ്ടതല്ലേ ശ്രീ മാർഷൽ? ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നമ്മുടെ ഈ ജനങ്ങള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഈ കുട്ടിക്കലും പ്ലാപ്പള്ളിയും വിളങ്കാടും ഒക്കെ ആൾക്കാരെ ഒരു പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം അർജന്റായിട്ട് നമ്മൾ കണ്ടെത്തണം. അവർക്ക് ജോലി ഇല്ലാത്തവരുണ്ട്, ഒരു കൂലിയും വേലയും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടു. അവർക്ക് താമസിക്കാൻ ഒരു ഇടം മസ്റ്റായിട്ട് കണ്ടെത്തി കൊടുക്കേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ മറ്റൊന്ന്, ഇനി ഇതുപോലുള്ള കൂട്ടിക്കൽ പ്ലാപ്പള്ളികൾ പണ്ട് കവളപ്പാറയിലും അവിടെയൊക്കെ ഉണ്ടായ പോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു മനുഷ്യന് ഇതുപോലത്തെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി ഇത് ക്വാറി മൂലമുള്ള ഒരു പ്രശ്നമാണെങ്കിലോ അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പഠനം നടത്തിയിട്ട് അതിന് വേണ്ട ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ കൂടേണ്ടി വരും, വീണ്ടും വീണ്ടും ആവർത്തിച്ചെന്ന് വരും. അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി ഇനി മറ്റൊരിടത്ത് ഇതുപോലൊരു ദുരവസ്ഥ ഉണ്ടാകരുത്. ഇത് അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമം എന്താണെന്നും വേദന എന്താണെന്നും മനസ്സിലാവുള്ളൂ. അല്ലാത്ത ആൾക്കാർക്കെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരിക്കലും മറ്റൊരിടത്ത് ഉണ്ടാവാതിരിക്കട്ടെ, അതിന് വേണ്ട എല്ലാ നടപടികളും എടുക്കട്ടെ. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് വീട് നഷ്ടപ്പെട്ടവരുണ്ട്, കട നഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ എല്ലാ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാനായിട്ടുള്ള ഒരു തീർച്ചയായും ആ ദുരിതബാധിതമായ ആ നാടിന് കേരള സമൂഹത്തിന്റെ ശക്തമായ സഹായങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. മലയിടിച്ചിൽ തടയുവാൻ മലയിറങ്ങേണ്ടത് പാവപ്പെട്ട കർഷകരല്ല, പാവപ്പെട്ട മലയോര ജനതയല്ല, മറിച്ച് ഹൈറേഞ്ചിന്റെ അടിത്തറയിളക്കുന്ന പാറമട മാഫിയയാണ്, ഖനി മാഫിയയാണ്, റിസോർട്ട് മാഫിയയാണ്. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടലായ മലയോര ജനതയെ നാം ചേർത്ത് പിടിക്കണം. അവരെ അധിക്ഷേപിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോയ്സ് ജോർജ്, ഫാദർ സെബാസ്റ്റ്യൻ, ശ്രീ ജെയ്മോൻ, ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, ശ്രീ മാർഷൽ, 5 പേർക്കും നന്ദി.